ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പോലെ രാത്രിയിൽ ഫോണ് ഉപയോഗിച്ച ശേഷം മേശപ്പുറത്ത് അലാം വെച്ച് മേശപ്പുറത്ത് വെച്ച ശേഷം നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിയെന്നും രാവിലെ ഉറക്കം എഴുന്നേറ്റ ശേഷം ഉടനെ ഫോൺ യൂസാക്കിയില്ല എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിനി ചെയ്യേണ്ടത് ഇന്നലെ നിങ്ങൾ എത്ര മണിക്കാണോ ഉറങ്ങിയത് അതിന് ഒരു അരമണിക്കൂർ മുന്നേ ഉറങ്ങുകയും ഇന്ന് രാവിലെ എത്ര മണിക്കാണോ ഉണർന്നത് അതിന് അരമണിക്കൂർ മുന്നേ അലാറം വെച്ച് ഉണരുകയും വേണം. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അരമണിക്കൂർ കുറച്ചു കൊണ്ട് വരണം. ഉറങ്ങുന്നതിൻ്റെയും ഉണരുന്നതിൻ്റെയും സമയം അരമണിക്കൂർ കുറച്ചു കൊണ്ട് വരണം. അങ്ങനെ ഒരു ഐഡിയൽ ടൈമായ ഒരു 10 to 4 മണി വരെ നിങ്ങളുടെ ഉറക്കത്തിന് സമയം കൊണ്ടുവരിക. ഒരു 10 മണിക്ക് ഉറങ്ങുകയും 4 മണിക്ക് ഉണരുകയും ചെയ്താൽ ഒരു 6 മണിക്കൂർ ഉറങ്ങാനായിട്ട് കിട്ടും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉറക്കം ആവശ്യമാണ്, കുറച്ചുകൂടി നിങ്ങളുടെ ബോഡിക്ക് ഉറക്കം ആവശ്യമാണെങ്കിൽ 9 മണിക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ 9 മണിക്ക് ഉറങ്ങിക്കോളൂ. എന്നിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേക്കൂ. അപ്പോൾ ഒരു 7 മണിക്കൂർ സമയം കിട്ടും. അതല്ല ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ്, എന്തെങ്കിലും അസ്വസ്ഥതയാണ്, അസുഖമാണെങ്കിൽ ഒരു മാക്സിമം പോയാൽ 5 മണി വരെ, അതിൽ കൂടുതൽ പോകരുത്. അത് നമ്മൾ ക്ഷീണമാണ് അസുഖമാണെന്ന് പറഞ്ഞ് കിടക്കും തോറും ശരീരത്തിൻ്റെ ക്ഷീണവും അവശതയും കൂടുകയുള്ളൂ. എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻ എടുക്കുകയും ശരീരത്തെ സംരക്ഷിക്കുകയും നല്ല ഫുഡ് കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയുമാണ് വേണ്ടത്. നമ്മൾ ഉറങ്ങി ക്ഷീണം അകറ്റാനോ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാനോ ഓവറായിട്ട് ഉറങ്ങിക്കൊണ്ട് സാധിക്കുകയില്ല. ആവശ്യമായ ഉറക്കമാണ് വേണ്ടത്. പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫോൺ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി അലാറം വെച്ച് മേശപ്പുറത്ത് വെക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു കുപ്പിയിലോ ഒരു ബോട്ടിലോ കുറച്ച് വെള്ളമെടുത്ത് കുടിക്കാനായിട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-7 മണിക്കൂർ ഉറങ്ങുന്നവരാണ്. അപ്പം നമുക്ക് ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ബോഡിക്ക്. ചിലപ്പോൾ ഒരു ദാഹമൊക്കെ തോന്നിയെന്ന് വരും. ആ സമയത്തെടുത്ത് കുടിക്കാനായിട്ട് ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുക. എന്തെങ്കിലും ദാഹം തോന്നുവാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റത് കുടിച്ചിട്ട് കിടക്കുക. ഓക്കെ. കൃത്യമായ സമയങ്ങളിൽ ഉറങ്ങേണ്ടതും ഉണരേണ്ടതും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതശൈലിക്കും അനിവാര്യമായ ഘടകമാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ നൈറ്റ് പഠിക്കാനിരിക്കുന്നവരോ വർക്കിനിരിക്കുന്നവരോ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ.